നമസ്കാരം. 2024 നൊബേൽ പ്രൈസ് വിന്നർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. വൈദ്യശാസ്ത്രം വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും. വൈദ്യശാസ്ത്രം വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും. വൈദ്യശാസ്ത്രം ആർക്കൊക്കെയാണ്? 2 പേർക്കാണ് അല്ലേ? വൈദ്യശാസ്ത്രം അമേരിക്കക്കാരായ 2 പേർക്കാണ്, വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ ക്രമപ്പെടുത്തിയതിനുള്ള പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് നൊബേൽ പ്രൈസ് ജേതാക്കളായത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ ക്രമപ്പെടുത്തുന്ന പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് ഇവർ നൊബേൽ പ്രൈസ് ജേതാക്കളായത്. വൈദ്യശാസ്ത്രത്തിൽ വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും. വൈദ്യശാസ്ത്രം വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും. അടുത്തത് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി. കെമിസ്ട്രിക്ക് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഡേവിഡ് ബേക്കറും ജെയിംസ് ഹസാബിസും ജോൺ ജെമ്പറുമാണ് കെമിസ്ട്രിക്ക് ഇത്തവണ നൊബേൽ പ്രൈസ് പങ്കിട്ടെടുത്തത്. രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് കെമിസ്ട്രി നൊബേൽ പ്രൈസ് വിന്നർ ആയത് ആരൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജെമ്പർ. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ്റെ രൂപകൽപ്പനയിലും പ്രോട്ടീൻ ഘടന മനസ്സിലാക്കിയതിനുമാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ആൽഫ ഫോൾഡ് 2. ഇവരുടെ ആ ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് ആൽഫ ഫോൾഡ് 2. ഭൗതിക ശാസ്ത്രത്തിന് ലഭിച്ചത് ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണുമാണ്. ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണുമാണ്. കൃത്രിമ നാഡി സ്പന്ദനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനാണ് ഇവർക്ക് ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. കൃത്രിമ നാഡി സ്പന്ദനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ്. കൃത്രിമ നാഡി സ്പന്ദനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിനാണ് ഇവർക്ക് ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം 3 പേർക്കാണ് നൊബേൽ സമ്മാന ജേതാക്കളായത്. 3 പേരാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാന ജേതാക്കളായത്. ഡാരൻ എയ്സ് മൊഗുലുവും സൈമൺ ജോൺസണും ജെയിംസ് റോബിൻസണും. ഡാരൻ എയ്സ് മൊഗുലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ആരൊക്കെയാണ്? ഡാരൻ എയ്സ് മൊഗുലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ഇവർക്ക് എന്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയതെന്ന് ചോദിച്ചാൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്ക്. അപ്പോൾ ഇവർക്ക് എന്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്ക്. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്കൊക്കെ? ഡാരൻ എയ്സ് മൊഗുലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്ക് ലഭിച്ചത്. അടുത്തത് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. ദക്ഷിണ കൊറിയൻകാരിയായ ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2016 മാൻ ബുക്കർ പ്രൈസ് നേടിയ ദക്ഷിണ കൊറിയക്കാരിയാണ് ഹാൻ കാങ്. മാൻ ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയാണ് ദ വെജിറ്റേറിയൻ എന്ന കൃതിക്കാണ് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത്. മാൻ ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയാണ് ദ വെജിറ്റേറിയൻ. ദ വൈറ്റ് ബുക്ക് എന്നത് ഇവരുടെ ആത്മകഥയാണ്. പ്രധാനപ്പെട്ട കൃതികളാണ് ലവ് ഓഫ് യോസു, ഹ്യൂമൻ ആക്ട്സ്, ദ വെജിറ്റേറിയൻ, ദ വൈറ്റ് ബുക്ക്. സമ്മാന ജേതാവാകുന്ന ഫസ്റ്റ് ഏഷ്യൻ വനിതയും സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടുന്ന 18ാമത്തെ വനിതയുമാണ് ഹാൻ കാങ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒരു സംഘടനയ്ക്കാണ്. ജാപ്പനീസ് സംഘടനയായ നിഹോൻ ഹിഡോൻക്യോയ്ക്കാണ് ലഭിച്ചത്. 2024 നിഹോൻ ഹിഡോൻക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്, ജാപ്പനീസ് സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ജാപ്പനീസ് സംഘടനയാണ്. ഹിബാകുഷെ എന്നാണ് അറിയപ്പെടുന്നത്. 1956 ഇത് സ്ഥാപിതമായത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിനെ അതിജീവിച്ചവരുടെ സംഘടനയാണ് ഇത്. ഹിബാകുഷെ എന്ന ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് അർത്ഥം. എല്ലാവർക്കും നൊബേൽ സമ്മാനം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.